ഹായ് ഫ്രണ്ട്സ്, എ ഐയുടെ ലോകത്തിലെ ഏറ്റവും എക്സൈറ്റിങ്ങും ഫാസ്റ്റ് മൂവിങ്ങുമായിട്ടുള്ള ഒരു മേഖലയാണ് എ ഐ ഏജൻസ്. 2025 എ ഐ ഏജൻറ്റുകളുടെ വർഷമായിരിക്കും എന്നാണ് എൻവിഡിയ സിഇഒ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എ ഐ ഏജൻറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എ ഐ ഏജൻറ്റ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു എ ഐ ഏജൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ എ ഐ ഏജൻസിന് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ N8N ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സിമ്പിൾ എ ഐ ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. എന്താണ് ഏജൻറ്റ് എന്നുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു എ ഐ ഏജൻറ്റ് എന്നത് അതിന് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ സ്വയം ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും ആക്ഷൻസ് എടുക്കാനും കഴിവുള്ള ഒരു സിസ്റ്റമാണ്. ഇതിന് വർക്ക് ഫ്ലോസ് നിയന്ത്രിക്കാനും എക്സ്റ്റേണൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ടുമുള്ള കഴിവുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനും ഓർമ്മിക്കാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ള ഒരു ഡിജിറ്റൽ എംപ്ലോയി ആണ് ഒരു എ ഐ ഏജൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻ എ ഐ ഏജൻറ്റ് ഇസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ അതിന് റീസൺ ചെയ്യാൻ കഴിയും, അതിന് പ്ലാൻ ചെയ്യാൻ കഴിയും, ആക്ഷൻസ് എടുക്കാനായിട്ടും കഴിയും. ഓൺ ഇറ്റ്സ് ഓൺ, അതിന് സ്വന്തമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നത്. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ഗിവൺ, അതിന് കൊടുക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ സ്വയം കാര്യങ്ങൾ റീസൺ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ആക്ഷൻ ചെയ്യാനും കഴിയുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എ ഐ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് വർക്ക് ഫ്ലോസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? എക്സ്റ്റേണൽ ടൂൾസ് യൂസ് ചെയ്തിട്ടും അതിന് കിട്ടുന്ന കാര്യങ്ങളുടെ റിസൾട്ട്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സിൻ്റെ ബേസിസിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ടുമുള്ള കഴിവുകൾ ഈ എ ഐ ഏജൻറ്റുകൾക്കുണ്ട്. ഇനി വാട്ട് ഈസ് നോട്ട് ആൻ എ ഐ ഏജൻറ്റ്? ഒരു എ ഐ ഏജൻറ്റ് അല്ലാത്തത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഒരിക്കലും ഒരു എ ഐ ഏജൻ്റ് അല്ല. അതിന് സ്വന്തമായിട്ട് റീസൺ ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ അഡാപ്റ്റ് ചെയ്യാനോ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ എ ഐ ഏജൻറ്റ് എന്ന് പറയുകയില്ല. നേരെ മറിച്ച് അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ വർക്ക് ഫ്ലോസ് എന്ന് പറയുന്നത്, എ ഐ വർക്ക് ഫ്ലോസ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു എ ഐ ഏജൻറ്റും എ ഐ വർക്ക് ഫ്ലോയും. ഇത് രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത് രണ്ടും സെയിം അല്ല, ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ മേജർ ഡിഫറൻസസ് ഒന്ന് നമുക്ക് നോക്കാം. എ ഐ വർക്ക് ഫ്ലോ എപ്പോഴും ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ലീനിയർ പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ എയും ബിയും സിയും 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണെങ്കിൽ എ ഐ വർക്ക് ഫ്ലോ എപ്പോഴും എന്തായിരിക്കും ചെയ്യുക? സ്റ്റെപ്പ് എ ചെയ്യും, അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബി ചെയ്യും, അത് കഴിഞ്ഞ് സ്റ്റെപ്പ് സി ചെയ്യും. അപ്പോൾ അത് എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളായിരിക്കും ഈ എയും ബിയും സിയും. അതനുസരിച്ചായിരിക്കും എ ഐ വർക്ക് ഫ്ലോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് എ ഐ ഏജൻറ്റ് എന്തായിരിക്കും ചെയ്യുക? അത് വളരെ ഡൈനാമിക് ആയിരിക്കും. അതിൻ്റെ ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് ഏത് സ്റ്റെപ്പ് എടുക്കണമെന്ന് അത് തന്നെ ഡിസൈഡ് ചെയ്യും, എ ഐ ഏജൻറ്റ് തന്നെ ഡിസൈഡ് ചെയ്യും. ഇനി വർക്ക് ഫ്ലോ എപ്പോഴും പ്രീ പ്രോഗ്രാംഡ് റൂൾസിൻ്റെ ബേസിസിലായിരിക്കും എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കും. ഇഫ് ഒരു കണ്ടീഷൻ ദെൻ ഇന്ന ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യൂ, എൽസ് ആണെങ്കിൽ ഇന്ന ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് റൂൾസിൻ്റെ ബേസിസിലായിരിക്കും എപ്പോഴും ഒരു എ ഐ വർക്ക് ഫ്ലോ വർക്ക് ചെയ്യുന്നത്. എ ഐ ഏജൻറ്റ് അങ്ങനെയല്ല, അത് തന്നെ സ്വന്തമായിട്ട് റീസൺ ചെയ്ത് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുകയായിരിക്കും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ ഐ വർക്ക് ഫ്ലോ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഫെയിൽ ആവുകയോ സ്റ്റോപ്പ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ അവിടെ ബ്ലോക്ക് ആവും. നേരെ മറിച്ച് എ ഐ ഏജൻറ്റ് എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തു, അവിടെ അതെന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വയം ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, വാട്ട് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് അത് ചിന്തിച്ച് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എ ഐ ഏജൻറ്റ് എപ്പോഴും ട്രൈ ചെയ്യും.
AI വർക്ക് ഫ്ലോ എപ്പോഴും സ്റ്റെപ്പ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അതായിരിക്കും അതിൻ്റെ എപ്പോഴും ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. പക്ഷേ AI ഏജൻറ്റ് എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ ഒരു ഫൈനൽ നമ്മൾ എന്താണോ ഒരു ഔട്ട്പുട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഗോൾ അനുസരിച്ചായിരിക്കും എപ്പോഴും ഒരു AI ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് അത് ഏത് സ്റ്റെപ്പാണോ ഫോളോ ചെയ്യേണ്ടത് അത് തന്നെ അനലൈസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ആക്ട് ചെയ്യും. അതാണ് ഒരു AI ഏജൻറ്റ് ചെയ്യുക. ഇതാണ് AI വർക്ക് ഫ്ലോയും AI ഏജൻറ്റും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസസ്. AI വർക്ക് ഫ്ലോയും AI ഏജൻറ്റും ഒരിക്കലും സെയിം അല്ല, രണ്ടും രണ്ടാണ്. ഇത് വെച്ച് നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ N8ൻ്റെ ഉള്ളിൽ ഇത് ഒരു വർക്ക് ഫ്ലോ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, എല്ലാ ദിവസവും രാവിലെ ഒരു നിശ്ചിത സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ വെതർ മാപ്പിൽ നിന്ന് വെതർ ഫെച്ച് ചെയ്തിട്ട് അതൊന്ന് സമ്മറൈസ് ചെയ്ത് മെയിൽ സെൻഡ് ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ ആണിത്. ഇതൊരു പ്രീ ഡിഫൈൻഡ് റൂൾസ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു AI ഏജൻ്റ് അല്ല. ഇതെന്ത് ചെയ്യും, ഡെയിലി തന്നെ മോർണിംഗ് ട്രിഗർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓപ്പൺ വെതർ APIയിൽ റിക്വസ്റ്റ് പോകും. അതിനുശേഷം അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ഇമെയിൽ സെൻഡ് ചെയ്യുന്നു. ഇവിടെ ഒരിക്കലും ഒരു ഏജൻറ്റിക് അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതിന് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, രാവിലെ ഇത് ചെയ്യുക, അത് കഴിഞ്ഞ് ഇത് ചെയ്യുക. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് വർക്ക് ഫ്ലോ കൊടുത്താൽ ഓരോ ഇതാക്കും, അതനുസരിച്ച് മെയിൽ റിസീവ് ചെയ്യും. ഇനി നമുക്കൊരു AI ഏജൻറ്റ് നോക്കാം. ഇതൊരു AI ഏജൻ്റാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഓപ്പൺ AIയുടെ മോഡലായിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനൊരു മെമ്മറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് ഒരു ഓപ്പൺ വെതർ മാപ്പിൻ്റെ ടൂൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏജൻറ്റിൽ നമ്മൾ മെസ്സേജ് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വെതർ ഇൻ കൊച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഡിസൈഡ് ചെയ്യും. നമ്മൾ വെതർ അന്വേഷിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂളിലേക്ക് പോയി അതിനനുസരിച്ചുള്ള റിപ്ലൈ നമുക്ക് തരും. അപ്പോൾ ഇതൊരു ഏജൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു AI ഏജൻറ്റിൻ്റെ 3 മേജർ കമ്പോണൻസ് ആണ്. ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെയിൻ ആണ്. ഇതാണ് ഏജൻറ്റിൻ്റെ തിങ്കിങ് പാർട്ട് എന്ന് പറയുന്നത്. ChatGPT, ക്ലോഡ്, ഗൂഗിൾ ജെമിനിയൊക്കെ പോലെയുള്ള LLMs ആണ് നമ്മൾ ഈ ഒരു ബ്രെയിനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. റീസണിങ്, അതുപോലെ പ്ലാനിങ്, ലാംഗ്വേജ് ജനറേഷൻ, ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രെയിനിന് കഴിയും. നേരത്തെയുള്ള കോൺവെർസേഷൻസൊക്കെ ഓർത്ത് വെക്കാനായിട്ടും അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സും ഔട്ട്പുട്ട്സും ഒക്കെ തരാനായിട്ട് നമ്മുടെ AI ഏജൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് മെമ്മറിയാണ്. അടുത്ത കമ്പോണൻ്റ് ആണ് ടൂൾസ് എന്നുള്ളത്. ഔട്ട്സൈഡ് കാര്യങ്ങൾ, അതായത് ഏജൻറ്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏജൻറ്റ് യൂസ് ചെയ്യുന്നതാണ് ടൂൾസിനെ. ഫോർ എക്സാമ്പിൾ ജിമെയിൽ ഒരു ടൂളാണ്, ടെലിഗ്രാം ടൂളാണ്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൂളുകൾ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ വെതറിൻ്റെ എക്സാമ്പിൾ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ വെതറിൻ്റെ ആ ഒരു ആപ്പ് അതൊരു ടൂളാണ്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൂളുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്മുടെ AI ഏജൻറ്റ് പല ടാസ്കുകളും അക്കംപ്ലിഷ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ടൂളുകൾക്ക് മെയിൻലി 3 ടൈപ്സ് ഓഫ് യൂസസ് ആണുള്ളത്. ഒന്ന് ഡേറ്റ റിട്രീവൽ, പിന്നെ ഡേറ്റ ആക്ഷൻ ചെയ്യുക, അതുപോലെ ഓർക്കസ്ട്രേഷൻ. ഡേറ്റ റിട്രീവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ നിന്നും എന്തെങ്കിലും ഒരു ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കുക, അതൊക്കെയാണ് ഡേറ്റ റിട്രീവലിൽ നമുക്ക് വരുന്നത്. ടേക്കിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കാലണ്ടറിൽ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടേക്കിംഗ് ആക്ഷൻ. അങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തത് ഓർക്കസ്ട്രേഷനാണ്. അതായത് മറ്റ് ഏജൻറ്റിനെ വിളിച്ചിട്ട് വർക്ക് ഫ്ലോസ് ട്രിഗർ ചെയ്യും. അത് ചെയ്യുന്ന, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഏജൻറ്റ്സ് ടൂൾസും ഉണ്ട്. അതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് മെയിൻലി ഓർക്കസ്ട്രേഷനാണ്.
അപ്പോൾ ഇതാണ് ശരിക്കും അപ്പോൾ നമ്മുടെ ഒരു AI ഏജൻറ്റിന് 3 മേജർ കമ്പോണൻസ് നമ്മൾ പറയുന്നത്. ഒന്ന് അതിൻ്റെ ബ്രെയിൻ, അല്ലെങ്കിൽ LLM, പിന്നെ മെമ്മറി, പിന്നെ അത് ടാസ്കുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൂൾസ് ലൈക്ക് ജിമെയിൽ, അതുപോലെ കാലണ്ടർ, അങ്ങനെയുള്ള പല ടൂളുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ AI ഏജൻറ്റ് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ 3 മേജർ കമ്പോണൻസ് ഓഫ് AI ഏജൻ്റ് ആണ് ബ്രെയിൻ, മെമ്മറി, ടൂൾ എന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു AI ഏജൻറ്റ് ടൂൾസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ഇനി എങ്ങനെയാണ് ഈ ഒരു ഏജൻറ്റ് നമ്മുടെ ടൂളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കാരണം നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് ഗൂഗിള്, അതിൻ്റെ കലണ്ടർ, ഷോപ്പിഫൈ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൂൾസും അല്ലെങ്കിൽ ഓപ്പൺ വെതർ എന്ന് പറയുന്ന ടൂൾസൊക്കെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ AI ഏജൻറ്റ് വേറൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നോ കോഡ് AI ഏജൻറ്റ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റും കൂടിയാണത്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് APIs ത്രൂ ആണ്. APIs എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പെരിഫറൽ ഇൻ്റർഫേസ്. ഒരു ആപ്ലിക്കേഷൻ മറ്റൊരു ആപ്ലിക്കേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ APIs വഴിയാണ്. നമുക്കിതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾ ത്രൂ മനസ്സിലാക്കാം. നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫുഡ് എന്താണെന്നുള്ളത് വെയിറ്ററിൻ്റെ അടുത്ത് പറയുന്നു, ബിരിയാണിയാണ് വേണ്ടതെന്ന് പറയുന്നു. വെയിറ്റർ അത് നേരെ ചെന്നിട്ട് കിച്ചണിൽ പറയുന്നു. കിച്ചണിലാണ് ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതുപോലെ ഷെഫും ഉള്ളത്. അവർ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ വെയിറ്ററിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. വെയിറ്റർ ആ ഒരു ഫുഡ് നമുക്ക് കൊണ്ടുപോയി ടേബിളിൽ കൊണ്ട് സെർവ് ചെയ്യുന്നു. ഇതാണൊരു ഹോട്ടലിൽ നടക്കുന്ന ഒരു വർക്ക് ഫ്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ വെയിറ്റർ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ API എന്ന് പറയുന്നത്. API നമ്മുടെ ഏജൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ ടൂളാണ് ഈ ഒരു സെർവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിച്ചൺ എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ അവരുടെ റിക്വസ്റ്റ് കൊണ്ടുപോയി സെർവറിൽ കൊടുക്കുന്നു. ആ സെർവറിൽ നിന്നുള്ള റെസ്പോൺസിനെ തിരിച്ചു കൊണ്ടുപോയി നമ്മുടെ ഏജൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ വെയിറ്റർ എന്ന് പറയുന്ന ആളാണ് ശരിക്കും നമ്മുടെ API ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വെയിറ്ററിന് കൊടുക്കുന്നത് ഒരു റിക്വസ്റ്റാണ്. ആ റിക്വസ്റ്റ് API കോളായിട്ട് നമ്മളുടെ സെർവറിന് ഈ API കോള് പോകുന്നു. എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് ഡേറ്റ റെസ്പോൺസ് ആയിട്ട് API റെസ്പോൺസ് ആയിട്ട് തിരിച്ച് നമുക്ക് കൊണ്ടുതരുന്നു. അടുത്ത സിംഗിൾ ഏജൻറ്റ് സിസ്റ്റവും മൾട്ടി ഏജൻറ്റ് സിസ്റ്റവുമാണ്. അപ്പോൾ സിംഗിൾ ഏജൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എല്ലാ കഴിവുകളും അതുപോലെ ടൂളുകളും ഒറ്റ ഏജൻറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു സിംഗിൾ ഏജൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇനി മൾട്ടി ഏജൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പല ഡിഫറെൻറ്റ് AI ഏജൻറ്റുകളെ ഒരുമിച്ച് ടീമായി പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് മൾട്ടി ഏജൻറ്റ് സിസ്റ്റം. ഒരു സൂപ്പർവൈസർ ഏജൻ്റ് ഉണ്ട്. ആ സൂപ്പർവൈസർ ഏജൻറ്റ് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഏജൻറ്റുകളിലേക്ക് ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഒരു കമ്പനിയിലെ ബിഗ് പ്രൊജക്റ്റ് ടീം പോലെയാണ്. അതായത് ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു കമ്പനിക്ക് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾക്കൊരു പ്രൊജക്റ്റ് മാനേജർ, അതുപോലെ ചിലപ്പോൾ റിസർച്ച് ഏജൻറ്റ് ഉണ്ടാവും, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിസൈൻ ഏജൻറ്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഏജൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് ഏജൻറ്റുകളുള്ള ഒരു സിസ്റ്റമാണ് ഒരു മൾട്ടി ഏജൻറ്റ് സിസ്റ്റം എന്നുള്ളത്. അടുത്തത് ഗാർഡ് റെയിൽസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മളുടെ ഏജൻറ്റുകൾക്ക് നമ്മൾ നൽകുന്ന റൂൾസും റെഗുലേഷൻസുമാണ് ഗാർഡ് റെയിലുകൾ. ഏജൻറ്റുകൾ തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കാനും അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സുകളും അല്ലെ കോൺവെർസേഷൻസും ഒക്കെ പറയാതിരിക്കാനായിട്ടും നമ്മൾ കൊടുക്കുന്ന റൂൾസും റെസ്ട്രിക്ഷൻസുമാണ് ഗാർഡ് റെയിൽസ് എന്നുള്ളത്. ഗാർഡ് റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണത് ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ ഒരു ഏജൻറ്റിന് ടൂളുകളൊക്കെ നൽകുന്നത്. കുട്ടിക്ക് ബുദ്ധി ഉണ്ടാകാം അല്ലേ, പക്ഷേ ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ടുള്ള ഒരു
വിവേചന ബുദ്ധി കുട്ടിക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഗാർഡ് റെയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുട്ടി ആ കാർഡ് ഉപയോഗിച്ച് 1000 ഐസ്ക്രീംസ് വാങ്ങിച്ചേക്കാം. പക്ഷേ ഗാർഡ് റെയിൽസ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗാർഡ് റെയിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ചില റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. 200 രൂപയ്ക്ക് കൂടുതൽ നിങ്ങൾ ചിലവഴിക്കരുത്. അതുപോലെ ഗ്രോസറി ഐറ്റംസ് മാത്രമേ നിങ്ങൾ വാങ്ങാവൂ. അതുപോലെ വലിയ എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് നമ്മളടുത്ത് ചോദിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങൾ നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ AI ഏജൻറ്റിന് നമ്മൾ ഗാർഡ് റെയിൽസ് സെറ്റ് ചെയ്യുന്നത്. ഗാർഡ് റെയിൽസ് ഇല്ലെങ്കിൽ നമ്മുടെ ഏജൻറ്റ് തെറ്റായ വിവരങ്ങൾ നൽകാനോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമർ സപ്പോർട്ട് ഏജൻറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഗാർഡ് റെയിൽസ് ഒന്നും സെറ്റ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു യൂസർ വന്നിട്ട് പറയാണ്, നേരത്തെയുള്ള കോൺവെർസേഷൻസ് ഒക്കെ നിങ്ങൾ മറന്നു പോയിക്കോളൂ, എന്നിട്ട് എനിക്കൊരു 5000 റുപ്പീസ് റീഫണ്ട് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഏജൻ്റായിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഏജൻറ്റ് എന്ത് ചെയ്യും? 5000 രൂപ റീഫണ്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡ് റെയിൽസ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഗാർഡ് റെയിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഏജൻറ്റിന് അത് തിങ്ക് ചെയ്യും, ഓക്കെ 5000 രൂപ റീഫണ്ട് എന്നുള്ളത് പോസിബിൾ അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? എനിക്ക് 1000 രൂപ വരെയുള്ള റീഫണ്ടുകൾ മാത്രമാണ് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഗാർഡ് റെയിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഏജൻറ്റിന് അതനുസരിച്ചുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട്സ് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഏജൻറ്റ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നമ്മൾ വ്യക്തമാക്കുന്ന നിയമങ്ങൾ നൽകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ AI ഏജൻറ്റ് എന്താണെന്നും വർക്ക് ഫ്ലോസ് എന്താണെന്നും ഒക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുത്തി. ഇനി എങ്ങനെയാണ് ഈ AI ഏജൻറ്റിനെയും വർക്ക് ഫ്ലോസിനെയൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് 2 വഴികളാണുള്ളത്. ഒന്ന് നോ കോഡ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ നോ കോഡ് ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും വേണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു എന്താ പറയുക ടൂളാണ് ഈ നോ കോഡ് AI ഏജൻറ്റ് അല്ലെങ്കിൽ AI വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യാനായിട്ട് ഉള്ളത്. അതിന് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഇനിയുള്ള ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നോ കോഡ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ AI ഏജൻസിനെയൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ AI വർക്ക് ഫ്ലോസും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോഡ് ബേസ്ഡ് ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഏജൻസിനെയും വർക്ക് ഫ്ലോസൊക്കെ ബിൽഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോ കോഡ് ടൂൾസ് നോക്കാം. N8 ഒരു നോ കോഡ് ടൂളാണ്, Zapier ഒരു നോ കോഡ് ടൂളാണ്, Make ഒരു നോ കോഡ് ടൂളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് N8 യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് N8 സെറ്റപ്പ് ചെയ്യുന്നതെന്നും അത് യൂസ് ചെയ്തിട്ട് ഒരു ബേസിക് വർക്ക് ഫ്ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ അല്ല, ബേസിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. N8 കൂടുതൽ അഡ്വാൻസ്ഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ആണ് LangChain, LangGraph, Crew AI, ഏജൻറ്റ് ഡെവലപ്മെൻറ്റ് കിറ്റ്, ഗൂഗിളിൻ്റെ ADK യൂസ് ചെയ്തിട്ട് ഏജൻറ്റിനെ ബിൽഡൊക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ മേളിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് N8 സെറ്റപ്പ് ചെയ്യുന്നതും N8 എങ്ങനെയാണ് ഒരു വർക്ക് ഫ്ലോയും AI ഏജൻറ്റിനെയും ബേസിക്കായിട്ട് ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ N8 എന്താണ്, നമ്മളൊരു ലെഗോ ബ്ലോക്സ് യൂസ് ചെയ്തിട്ട് ലെഗോ ബ്ലോക്സ് കണക്ട് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് പോലെയാണ് N8 വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഓരോ നോഡുകൾ എന്നാണ് പറയുക. ആ ഓരോ നോഡുകളും നമ്മളുടെ ലെഗോയിലൊക്കെയുള്ള ഓരോ ലെഗോ ബ്ലോക്ക് പോലെയാണ്. അത് കണക്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഓട്ടോമേഷൻസും അതുപോലെ തന്നെ ഏജൻസിനെയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ N8 സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ N8 ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും, n8n.io എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഫുൾ നെയിമും ഇമെയിൽ ID ഒക്കെ ചോദിക്കും. അങ്ങനെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. 14 days ഫ്രീ ട്രയലാണ് അക്കൗണ്ട് ഉള്ളത്.
അതിനുശേഷം ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഫ്രീ 14-day ട്രയൽസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ ക്രിയേറ്റ് വർക്ക് ഫ്ലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ N8-ൻ്റെ ക്യാൻവാസ് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ഓരോ നോട്ട്സും ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് ഫ്ലോ അല്ലെങ്കിൽ AI ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു എക്സാമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ വെതറിൻ്റെ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ആഡ് ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കാം. N8-ൻ്റെ ഉള്ളിൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് നോഡ്സ് കാണാൻ പറ്റും. ആദ്യത്തെ ഒരു നോഡ് നമുക്കിവിടെ ഒരു ഒന്നുകിൽ ട്രിഗർ മാനുവലി കൊടുക്കാം. നേരത്തെ നമ്മളൊരു എവറി ഡേ മോർണിംഗ് എന്നുള്ളത് കൊടുത്തിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണേൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു ചാറ്റ് മെസ്സേജ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനാണ് നമ്മുടെ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് വേണമല്ലോ, അതാണ് ആ ട്രിഗർ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ട്രിഗർ മാനുവലി നമുക്ക് കൊടുക്കാം. ഫോം സബ്മിഷൻ വെബ് ഹുക്കിൽ ത്രൂ നമുക്ക് ട്രിഗർ ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് നമുക്ക് ഏത് ട്രിഗറാണ് നോഡാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഓണർ ഷെഡ്യൂൾ എന്നുള്ളത് ചൂസ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ വൺസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ടാബ് കാണാൻ പറ്റും, പാരാമീറ്റേഴ്സും സെറ്റിങ്സും. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ നോഡിന് വേണ്ട കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നത്. വേറൊരു നോഡ് ആഡ് ചെയ്യുമ്പം ഇതായിരിക്കില്ല, വേറെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ട്രിഗർ ഇൻ്റർവെൽസ് ഏതാണെന്നൊക്കെ അതുപോലെ തന്നെ എത്രയാണ് ഓരോ ഡേ ബിറ്റ്വീൻ ദ ട്രിഗേഴ്സ്, ഏത് സമയത്താണ് ട്രിഗർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ടൈമൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ദിവസവും രാവിലെ ആണ് നമുക്ക് ഈ ഒരു മെയിൽ വരേണ്ടത് എങ്കിൽ എന്ത് ചെയ്യാം, ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചേഞ്ചസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഇതിൻ്റെ ട്രിഗർ നോഡ് എപ്പോഴും അതിന് ഇൻപുട്ട് ഉണ്ടാവില്ല, ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ലൈറ്റനിങ് പോലത്തെ ഒരു സിമ്പലും ഒരു ഐക്കണും കൂടിയും ഉണ്ടായിരിക്കും. ഇനി ഇതൊരു ഷെഡ്യൂൾ ട്രിഗർ നോഡ് സെറ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നോഡിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നോഡ് വേണ്ടത് ഒരു ഓപ്പൺ വെതറിൻ്റെ APIയിലേക്ക് കോൾ പോകാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്കിവിടെ ഓപ്പൺ വെതർ എന്ന് കൊടുത്ത ഒരുപാട് ആപ്പുകൾ ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ് N8. അപ്പോൾ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, നമ്മൾ എന്താണോ വേണ്ടതെന്നുള്ളത് നമ്മൾ സെർച്ച്. ഇപ്പോൾ ഓപ്പൺ വെതറിൻ്റെ ഉണ്ട്, ഇപ്പോൾ ഒരു ഷോപ്പിഫൈയുടെ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു അക്കൗണ്ട്, ഒരു ഓർഡർ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജിമെയിൽ അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് ആ ഒരു കസ്റ്റമറിൻ്റെ നെയിമും ഡീറ്റെയിൽസും ഒക്കെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കിതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇനീഷ്യലി നമ്മളുടെ ഈ ട്രിഗർ നോഡ് ഒരു ഷോപ്പിഫൈയുടെ നോഡ് സെറ്റ് ചെയ്യാം. ഈ ഒരു നോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ആക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് നോഡ് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിന് കണക്ട് ചെയ്തിട്ട് പറയാം, ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്തൊരു ജിമെയിലിൻ്റെ സ്പ്രെഡ്ഷീറ്റ്, ഗൂഗിൾ ഷീറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഒരു റോ ഇതിൽ നിന്നുള്ള ഡേറ്റ വെച്ചിട്ട് ആഡ് ചെയ്യണമെന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ജിമെയിലിൻ്റെ അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ഓട്ടോമേഷൻസും വർക്ക് ഫ്ലോസും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഓപ്പൺ വെതറിനെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ വെതർ മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ആക്ഷൻസ് ആണുള്ളത്, റിട്ടേൺ കറൻറ്റ് വെതർ ഡേറ്റ അല്ലെങ്കിൽ റിട്ടേൺ ദ വെതർ ഡേറ്റ ഫോർ ദ നെക്സ്റ്റ് 5 days. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ കറൻറ്റ് വെതർ ഡേറ്റ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡൻഷ്യൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓപ്പൺ വെതറിൻ്റെ ആപ്ലിക്കേഷനിൽ വെബ് ആപ്പിൽ പോയി നമ്മൾ API ഫൈൻഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനിപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പുതിയതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇവിടെ കറൻറ്റ് വെതറാണോ 5 day ഫോർകാസ്റ്റ് ആണോ വേണ്ടതെന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5 day ഫോർകാസ്റ്റ് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലൊക്കേഷൻ സെലക്ഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, സിറ്റി നെയിം ആണോ സിറ്റി ID ആണോ, എങ്ങനെയാണ് നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സിറ്റി നെയിം കൊടുക്കുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിറ്റിയുടെ ഒരു
നെയിം കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു N8ൻ്റെ ഒരു നോഡിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻപുട്ട് ഫീൽഡ് ഇതുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ ഒരു ഇതും കൂടി കാണാൻ പറ്റും. അപ്പം നമ്മൾ ഒരു നോഡിൽ നിന്നും നമുക്ക് ബിഫോർ ഉണ്ടായിരുന്ന നമ്മുടെ നോഡ് ഏതാണെന്നും ആഫ്റ്റർ, ഇപ്പം നമ്മളിവിടെ അടുത്ത നോഡ് കൊടുത്തിട്ടില്ല, ആഫ്റ്റർ നോഡ് എന്താണെന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഷെഡ്യൂൾ ട്രിഗർ നോഡിൽ നിന്നും നമുക്ക് വരുന്ന ഇൻപുട്ട് ഡേറ്റയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ഇൻപുട്ട് ഡേറ്റേനെ നമ്മുടെ ഈ നോഡ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു അതിന് കിട്ടുന്ന ഔട്ട്പുട്ടായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് സ്കിമയായിട്ട് കാണാൻ പറ്റും, ടേബിൾ ഫോർമാറ്റിൽ കാണാൻ പറ്റും, JSON ആയിട്ടും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ കിട്ടിയ ഒരു ഡേറ്റേനെ നമുക്ക് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കിവിടെ പിൻ ചെയ്യാം. ഓരോ ടൈമും നമുക്ക് നമ്മുടെ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് നമ്മളിവിടെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് നമ്മളുടെ ഡേറ്റ എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഡേറ്റ വെച്ച് തന്നെ പിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡേറ്റ ഓക്കെ, നമുക്കിത് ഡേറ്റ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു നോഡ് എക്സിക്യൂട്ട് ചെയ്തു, അതാണ് ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ വെതർ മാപ്പിൻ്റെ നോഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണുള്ളത്. ഇൻപുട്ട് ഷെഡ്യൂൾ ട്രിഗറിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് വന്നിരിക്കുന്നത് കറണ്ട് ഡേറ്റും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഔട്ട്പുട്ടിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് ഡേറ്റ കുറേ കാര്യങ്ങൾ, ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും ഉള്ള ഓപ്പൺ വെതറിൻ്റെ API റിട്ടേൺ തരുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡേറ്റ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഡേറ്റേനെ ഒന്നും കൂടി നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്യണം. ഇങ്ങനെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഡ് ബ്ലോക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റോ പൈത്തൺ കോഡൊക്കെ റണ്ണ് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാനിതിനെ ഒന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു JS കോഡ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ക്ലിയർ ആണ് എങ്കിൽ എന്താണ് ഇങ്ങനെ ഐക്കൺസൊക്കെ കുറച്ച് ഇമോജീസൊക്കെ രീതിയിൽ കൊടുക്കാനായിട്ടുള്ള രീതിയിൽ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ ഹീറ്റ് ആണെന്നുള്ളത് കാണിക്കുന്നത്. അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള നമ്മൾ ഒരു ജിമെയിലായിട്ട് സെൻഡ് ചെയ്യുവാണല്ലോ, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. JS കോഡ് കൊടുക്കാം. ഓക്കെ, JS ആണ് കോഡായിട്ട്, നിങ്ങൾക്ക് പൈത്തൺ കോഡാണെങ്കിലും നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾക്ക് ഓൾറെഡി ഇവിടെ നിന്നൊരു ഇൻപുട്ട് ഡേറ്റ നമുക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്പൺ വെതർ എന്നാണ് നമ്മളുടെ ഈ ഒരു നോഡിലേക്ക് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത്. ഇൻപുട്ട് കിട്ടിയ ഡേറ്റ നമുക്ക് ഇവിടെ കാണാം. നമ്മളിവിടെ എക്സിക്യൂട്ട് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് ഇമോജീസൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഡേറ്റയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ 3 നോഡുകൾ കണക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഓപ്പൺ വെതർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഷെഡ്യൂൾ ട്രിഗർ നോഡായിരുന്നു. അടുത്തത് നമ്മൾ ഈ കോഡിൻ്റെത് കൊടുത്തത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാത്തിനും ഒരു ഇൻപുട്ടും ഉണ്ടാവും, പിന്നെ ആ ഒരു നോഡിൻ്റെ പാരാമീറ്റേഴ്സും സെറ്റിങ്സും ഉണ്ടാവും, പിന്നെ ഔട്ട്പുട്ടും നമുക്ക് ഓരോ നോഡിലും കാണാൻ പറ്റും. ഈ ഫസ്റ്റ് കൊടുക്കുന്ന ട്രിഗർ നോഡിൽ അതുണ്ടാവില്ല. ട്രിഗർ നോഡിൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ, ഒരു ഇൻപുട്ട് ഉണ്ടാവുകയില്ല. ഇനി അടുത്ത നമുക്കിത് എന്ത് ചെയ്യാം, ഇത് കിട്ടിയ ഔട്ട്പുട്ടിന് നമുക്കൊരു ജിമെയിലായിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത നോഡ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജിമെയിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജിമെയിൽ എടുത്തു. ജിമെയിൽ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ആക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു മെയിൽ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെൻഡ് മെസ്സേജാണ് നമുക്ക് ആക്ഷൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ആക്ഷൻ ചൂസ് ചെയ്യുന്നു. അത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കണക്ട് ചെയ്യുക. നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ജിമെയിൽ നോഡിലേക്ക് ഇൻപുട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു കോഡ് നോഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായിരിക്കും ഇതിനുള്ള ഇൻപുട്ട്. അതുകൊണ്ട് നമുക്കിവിടെ ആ ഒരു ഇൻപുട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി സെൻഡാണ് വേണ്ടത്. ഏതാണ് മെയിൽ ID എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്തെങ്കിലും സബ്ജക്റ്റ് വെതർ
അപ്ഡേറ്റ് നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇത്ര കാര്യങ്ങൾ കൊടുത്തു. മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്ഡേറ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത്രയും നമ്മളുടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എക്സിക്യൂട്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിലിലേക്ക് ഈ ഇത് നമുക്ക് റിസീവ് ചെയ്യും. ഓക്കെ, നമുക്കത് റൺ ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു വർക്ക് ഫ്ലോ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏജൻറ്റിൻ്റെ സാധനങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എനിക്കിവിടെ മെയിൽ വന്നിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. വെതർ അപ്ഡേറ്റ് എന്ന് ഉള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ ചെക്ക് ദ വെതർ അപ്ഡേറ്റ് എന്ന് വന്നിട്ടുണ്ട്. സോറി, ബോഡി കണ്ടന്റ് ഒന്നും വന്നിട്ടില്ല. അത് നമുക്ക് എന്താണ് ഇഷ്യൂ സംഭവിച്ചതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ മെസ്സേജിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്പ്രഷനായിരുന്നു കൊടുക്കേണ്ടത്. എക്സ്പ്രഷൻ എന്ത് കൊടുക്കണമായിരുന്നു, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്തില്ല. അപ്പോൾ മെസ്സേജ് എന്നുള്ളത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂ വന്നു. നമുക്കതല്ല വരേണ്ടത്. നമുക്ക് ഈ ഒരു വന്ന ഈ കോഡ് ബ്ലോക്കിൽ നിന്നും വന്ന ഔട്ട്പുട്ടാണ് നമുക്ക് മെസ്സേജായിട്ട് വരേണ്ടത്. അത് കൊടുക്കാഞ്ഞുകൊണ്ടാണ് നമുക്ക് ഹാർഡ് കോഡഡ് ആയിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ദ വെതർ അപ്ഡേറ്റ് എന്ന് കൊടുത്തത് മാത്രം വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജ് വരെ നമ്മൾ ഇതൊരു എക്സ്പ്രഷൻ ആണല്ലോ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. $JSON.message എന്നുള്ളത് നമ്മൾക്ക് ഇത് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ കൊടുക്കാം. ഓക്കെ, മെയിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, വെതർ അപ്ഡേറ്റ് നമുക്ക് ആ ഒരു ഇമോജീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വെതർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് AI വർക്ക് ഫ്ലോ ആണ്. ഇനി നമുക്കൊരു AI ഏജൻറ്റിനെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം N8 ഉള്ളിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു AI ഏജൻറ്റിനെ ചൂസ് ചെയ്യാം. ഓക്കെ, AI ഏജൻറ്റിനെ ഞാൻ ചൂസ് ചെയ്തു. AI ഏജൻറ്റിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്തായിരിക്കും, ഒരു ഇൻപുട്ട് ചാറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ AI ഏജൻറ്റിന് എന്തൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ചാറ്റ് മോഡൽ, അതുപോലെ അതായത് നമ്മുടെ ബ്രെയിൻ, ഇതാണ് ബ്രെയിൻ, പിന്നെ മെമ്മറി, പിന്നെ ടൂള് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 3 കമ്പോണൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ചാറ്റ് മോഡലിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബ്രെയിൻ അതായത് LLM ഏതാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ പ്ലസ് ഐക്കൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാംഗ്വേജ് മോഡൽസുകളെല്ലാം ഇവിടെ കാണിക്കും. അപ്പം നമ്മൾ ഏത് ലാംഗ്വേജ് മോഡലാണോ യൂസ് ചെയ്യുന്നത് അതിനെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്താണ് APIയും നമ്മുടെ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആന്ത്രോപ്പിക്കിൻ്റെ കാണിക്കുന്നുണ്ട്, ഡീപ് സീക്ക് ഉണ്ട്, എല്ലാ ലാംഗ്വേജ് മോഡൽസ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ OpenAIയുടെ ചാറ്റ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതൊരു നോഡ് തന്നെയാണ്. അതിനൊരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ OpenAIയുടെ ചാറ്റ് മോഡൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഓപ്പൺ ചാറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ചാറ്റ് ചെയ്യാണ്. ഹലോ എന്ന് കൊടുത്തു. ഹലോ എന്ന് കൊടുക്കുന്ന സമയത്ത് എന്തുപറ്റി, അപ്പോൾ ഹലോ ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ എന്നുള്ള മെസ്സേജ് നമുക്ക് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഫസ്റ്റ് ഈ ഒരു ഇതിലേക്ക് പോയി ഏജൻറ്റ് എന്ത് ചെയ്തു, OpenAIയുടെ ചാറ്റ് മോഡലിലേക്ക് ആണ് അത് കൊടുത്ത് അത് നമുക്ക് തിരിച്ച് ഒരു പ്രോസസ്സ് ചെയ്ത് തന്നു. അപ്പോൾ ഞാനിവിടെ പറയണം മൈ നെയിം ഈസ് അലീഷ എന്ന് കൊടുക്കുകയാണ്. ഹലോ അലീഷ, ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ എന്ന് ചോദിച്ചു. ഓക്കെ, ഇനി ഞാനിവിടെ ചോദിക്കുകയാണ് ഇതിൻ്റെ അടുത്ത് വാട്ട് ഈസ് മൈ നെയിം എന്ന് പിന്നെയും ചോദിക്കുകയാണെന്ന് വിചാരിക്കാം കേട്ടോ.
ഐ ഡോണ്ട് ഹാവ് ആക്സസ് ടു യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പേര് അതിന് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഇതിന് എന്തില്ല, മെമ്മറി ഇല്ല. ഇനി നമ്മളിതിന് മെമ്മറി സെറ്റ് ചെയ്ത് കൊടുക്കണം. മെമ്മറി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൈ നെയിം ഇസ് അലീഷ എന്ന് പറഞ്ഞിട്ട് പിന്നെ വാട്ട് ഇസ് മൈ നെയിം എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്തില്ലാത്തത്, അറിയാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ മെമ്മറി ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ബ്രെയിൻ മാത്രമാണ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് മെമ്മറി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് മെമ്മറീസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ N8ൻ്റെ തന്നെ ഒരു ലോക്കൽ മെമ്മറി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ. അപ്പോൾ ഈ സിമ്പിൾ മെമ്മറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണത് ഡേറ്റ സെഷൻ ID വെച്ചിട്ടാണത് നമ്മളുടെ ഇത് അനലൈസ് ചെയ്യുന്നത്. ഈ സെഷൻ ID നമ്മൾ റിഫ്രഷ് ചെയ്ത് പുതിയ സെഷൻ ID കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സേവ് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മൾ സെഷൻ അല്ലെങ്കിൽ ചാറ്റ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്തു. ഇനി ഞാൻ പറയുകയാണ് ഹായ്. ഫസ്റ്റ് ഓപ്പൺ എയുടെ മോഡലിലേക്ക് വന്നു, ഇതിലേക്ക് സേവ് ആയി ഇപ്പോൾ. ഓക്കെ, ഇനി ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ, മൈ നെയിം ഇസ് അലീഷ എന്ന് പറഞ്ഞു. നൈസ് ടു മീറ്റ് യു അലീഷ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് ചോദിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇനി നമുക്ക് വാട്ട് ഇസ് മൈ നെയിം എന്നൊന്നുകൂടി ചോദിക്കാം. ഇപ്പോൾ എന്ത് പറഞ്ഞു, യുവർ നെയിം ഇസ് അലീഷ, ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ഫർദർ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് ഇതിന് മെമ്മറി കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിന് നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇതിപ്പോൾ അത് സെഷനിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സെഷൻ റീസെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് വാട്ട് ഇസ് മൈ നെയിം എന്ന് ചോദിച്ചാൽ അതിന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഞാനിത് റീസെറ്റ് ചെയ്തിട്ട് ചോദിക്കാം, വാട്ട് ഇസ് മൈ നെയിം എന്ന് ചോദിക്കട്ടെ. അപ്പോൾ എന്ത് പറ്റും, അതൊന്നും ഐ ഡോണ്ട് ഹാവ് ആക്സസ് ടു ദ പേഴ്സണൽ. അപ്പം ഓരോ സെഷനായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഈ സെഷൻ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ ആ ഒരു മെമ്മറി ഉണ്ടാവില്ല, പിന്നെയും അത് റീസെറ്റായി പോകും. ഓക്കെ, ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് ഇത് ചെയ്യുന്നത്. ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞ് കാണാം. ഇതിലാണ് നമ്മൾക്ക് വേണ്ട ടൂൾസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ വെതറിൻ്റെ ടൂള് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്പൺ വെതർ മാപ്പ് ടൂൾ ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ഇനി ഇവിടെ നമ്മൾ കറണ്ട് വെതർ ചൂസ് ചെയ്തു. അതുപോലെ ലൊക്കേഷൻ നെയിം സിറ്റിയുടെ നെയിമാണെന്ന് ചൂസ് ചെയ്തു. ഇനി സിറ്റിയും ലാംഗ്വേജും നമ്മൾ മോഡൽ ചൂസ് ചെയ്യട്ടെ എന്താണെന്നുള്ളത്. മോഡലിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അനുസരിച്ചാണല്ലോ വരുന്നത്. അതാണ് നമ്മൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടൂൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഏജൻറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്കിവിടെ ഏജൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏജൻറ്റിന് ഫസ്റ്റ് വരുന്ന ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാറ്റിൻ്റെ ഇൻപുട്ടാണ്. അതാണ് ഇവിടെ JSON.chat ഇൻപുട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സിസ്റ്റം മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. യു ആർ എ ഹെൽപ്ഫുൾ അസിസ്റ്റൻറ്റ്, എന്താണ് നമ്മുടെ ഏജൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള മെസ്സേജാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ആർ എ സ്മാർട്ട് വെതർ ഏജൻറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർഡ് റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ചാറ്റിൽ ചോദിക്കാം, ഹായ് എന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ നോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ AI ഏജൻറ്റിൻ്റെ ഈ ഒരു നോഡ് എക്സിക്യൂട്ട് ചെയ്തു, ഓപ്പൺ AIയുടെ ഡിസ്പ്യൂട്ട് ചെയ്തു, അതുപോലെ തന്നെ മെമ്മറിയും എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത് റിട്ടേൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടു ഹെൽപ്പ് യു വിത്ത് ദ കറൻറ്റ് വെതർ കുഡ് യു പ്ലീസ് ടെൽ മീ ദ നെയിം ഓഫ് ദ സിറ്റി യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സിറ്റിയുടെ നെയിം പറയാണ്, കൊച്ചി എന്ന് പറഞ്ഞു.
ഓക്കെ. ഇവിടെ നിന്ന് കാണാൻ പറ്റും നമ്മൾ വെതർ ചോദിച്ച സമയത്ത് ഏജൻറ്റ് എന്ത് ചെയ്തു, ഏജൻറ്റിന് മനസ്സിലായി ഈ ഒരു ടൂളിനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഈ ടൂളിനെയും ഓപ്പൺ വെതർ മാപ്പിൻ്റെ ടൂളിനെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ടിക്ക് മാർക്ക് കാണിക്കുന്നത്. ഓക്കെ, അതനുസരിച്ച് നമുക്ക് എന്ത് തന്നു, കൊച്ചിയിലെ ഇപ്പോഴത്തെ വെതർ 25°C ആണ് എന്നുള്ളതും അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് വെതർ എന്നുള്ളതല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷുഡ് ഐ carry an umbrella while going out in കോട്ടയം? ഓക്കെ, എന്ന് നമ്മളിങ്ങനെ ചോദിക്കുകയാണ്. ഡയറക്റ്റ് വെതർ അല്ലാതെ നമ്മൾ പുറത്ത് പോകുമ്പോൾ അംബ്രല്ല എടുക്കണോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോട്ടയം ദ വെദർ ഇസ് കറൻ്റ്ലി ഓവർകാസ്റ്റ് ക്ലൗഡ്സ് വിത്ത് ദ ടെമ്പറേച്ചർ ഓഫ് അറൌണ്ട് 24.7°C ആൻഡ് ലൈറ്റ് വിൻഡ്. വൈൽ ഇറ്റ് ഈസ് ക്ലൗഡി ദർ ഇസ് നോ ഇൻഡിക്കേഷൻ ഓഫ് റെയിൻ റൈറ്റ് നോ ബട്ട് ക്യാരിങ് എ ലൈറ്റ് അംബ്രല്ല കുഡ് ബി ഹാൻഡി ജസ്റ്റ് ഇൻ കേസ് ആസ് ക്ലൗഡ്സ് മൈറ്റ് ബ്രിങ് റെയിൻ ലേറ്റർ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെതർ ചോദിക്കുകയല്ല ചെയ്തത്, ഞാൻ കുട എടുക്കണമെന്ന് ചോദിച്ചുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്തു, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഏത് ടൂളാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാക്കി തിരിച്ച് നമ്മുടെ ഓപ്പൺ AI അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് വേണ്ട റെസ്പോൺസിനെ റൈറ്റ് ചെയ്തിട്ട് നമുക്ക് റെസ്പോൺസ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു AI ഏജൻറ്റിൻ്റെ എക്സാമ്പിൾ. നേരത്തെ നമ്മൾ AI വർക്ക് ഫ്ലോയുടെ എക്സാമ്പിൾ കണ്ടു. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഏജൻറ്റ് എന്താണെന്നും വർക്ക് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. N8N എങ്ങനെയാണ് നമ്മൾ ഏജൻസിനെ സെറ്റപ്പ് ചെയ്യുന്നതെന്നും വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യുന്നതെന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു ബേസിക് ട്യൂട്ടോറിയലാണ്. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡിഫറെൻറ്റ് നോട്ട്സും അതുപോലെ ഒരുപാട് ഓട്ടോമേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കുറച്ചും കൂടിയും കോംപ്ലെക്സ് ആയിട്ടുള്ള വർക്ക് ഫ്ലോസൊക്കെ N8N ഒക്കെ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ മറ്റ് നോ കോഡ് AI ഓട്ടോമേഷൻ ടൂൾസൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്കത് കാണാം. പിന്നെ നമ്മൾ AI ഏജൻറ്റ് അല്ലെങ്കിൽ ഈ നോ കോഡ് ടൂൾസ് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ AIയിലൊക്കെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ AI ഓട്ടോമേഷൻസൊക്കെ ക്ലയൻസിനും നിങ്ങൾക്കും ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇതുപോലെയുള്ള റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരു കമ്പനിയിൽ ചെയ്യുന്നത് പലവരും അത് ഒരു ഇതുപോലെയുള്ള വർക്ക് ഫ്ലോസ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആസ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസിങ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഓൺ ബിസിനസ്സിലാണെങ്കിൽ പോലും റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതുപോലെ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കുറച്ചും കൂടിയും എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടിയും നമ്മുടെ ടൈം അതിലിടുന്ന മാനുവൽ വർക്ക് കുറയ്ക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സോ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.